ഹായ് ഫ്രണ്ട്സ്, ജീസസ് യൂത്ത് ക്യൂറോസ് ബഡ്സ് ഒരുക്കുന്ന പുൽക്കൂടിലേക്ക് ഒരു തീർത്ഥാടനം 9ാം ദിനത്തിലേക്ക് സ്വാഗതം. നമുക്ക് മനോജനെ കേട്ടാലോ? ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കുഞ്ഞൊരു സംഭവം ഇതാണ്. ഉണ്ണീശോയെ പ്രസവിക്കാനായിട്ട് സമയമായപ്പോൾ യാത്രാമധ്യേ ഈ പൂർണ്ണ ഗർഭിണിയായ പരിശുദ്ധ അമ്മയും കൂട്ടി യൗസേപ്പ് പിതാവ് സത്രങ്ങളിൽ ഇടം തേടുന്നുണ്ട്. അവിടെയൊക്കെ അവരെ സ്വീകരിക്കുന്നില്ല, ആരും സ്വീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനൊരു തിരസ്കരണത്തിൻ്റെ മറ്റുള്ളവർ നമ്മൾ തള്ളി പറയുമ്പോൾ മനസ്സിലാക്കാത്തൊരു വേദന നിങ്ങളുടെ ഹൃദയത്തിലൊക്കെ നടക്കുമ്പോൾ ഓർക്കുക, ഈശോ കൂടെയുണ്ട്. ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തളർന്നു പോകത്തില്ല. കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം നമുക്ക് ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ മറ്റുള്ളവരെ എന്നെ മനസ്സിലാക്കാതെ വരുമ്പോൾ, എന്നെ തള്ളിക്കളയുമ്പോൾ, എന്നെ സ്വീകരിക്കാതെ വരുമ്പോഴൊക്കെ ഈശോയെ കൂടെ ആയിരിക്കണമെന്നും ഈശോയുടെ കൂടെ നിന്നുകൊണ്ട് സന്തോഷത്തോടെ ഇത് ഓവർകം ചെയ്യാനുള്ള കൃപയ്ക്കായിട്ട് ഉണ്ണീശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ വളരെ ഭംഗിയായി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ഈശോയോട് ചേർത്ത് വെച്ച് അതിനെങ്ങനെ മറികടക്കാമെന്ന് നമുക്ക് പറഞ്ഞു തന്നു. എങ്കിൽ നമുക്ക് ഇന്നത്തെ പുണ്യത്തിന്റെ പൂ ഈശോയുടെ പുണ്യത്തിന്റെ പൂമെത്തയിലേക്ക് ചാർത്താം. ഹായ് കൂട്ടുകാരെ, ഇന്ന് 9ാമത്തെ ദിവസം. എല്ലാവരും പൂവൊക്കെ ഉണ്ടാക്കി റെഡി ആയിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഇന്നൊരു ഓറഞ്ച് പൂവാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് അച്ഛൻ പറഞ്ഞു തന്നത് നമുക്ക് പല സ്ഥലത്ത് നിന്നും റിജക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ പേര് ഒറ്റപ്പെടുത്തിയതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇതുപോലെ തന്നെ ഉണ്ണീശോയും സത്രത്തിൽ ഇടം കിട്ടാതെ കാലിത്തൊഴുത്തിലാണ് ഉണ്ണീശോ പിറന്നത്. അപ്പോ നമുക്ക് ഉണ്ണീശോയ്ക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടമൊരുക്കുവാനാണ് മനോജച്ചൻ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ ഇവിടെ പൂവിന്റെ ഇതളിൽ ഹൃദയം എന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ ഉണ്ണീശോയുടെ പൂമെത്തയിലേക്ക് 9ാമത്തെ പൂവും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് അതും റെഡി ആയി കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ഈ പൂമെത്തയില് ഇതുപോലെ പല കളറിലുള്ള നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടായിട്ട് നാളെ നമുക്ക് വേറൊരു പൂവും കൂടെ ഒട്ടിക്കാം. അപ്പൊ നമുക്ക് മറ്റൊരു പുണ്യമായി നാളെ കാണാം. ബൈ. ഇന്നത്തെ ഈ സുഹൃജപത്തോടു കൂടി നമുക്ക് ഇന്നത്തെ തീർത്ഥാടനം അവസാനിപ്പിക്കാം. നമുക്കിന്നത്തെ സുഹൃജപം ഏറ്റുചൊല്ലാം. ഉണ്ണീശോയെ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഉണ്ണീശോയെ, ഉണ്ണീശോയെ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഉണ്ടായിരിക്കണമേ.